അത് നമുക്ക് ആ സമയത്ത് തന്നെ ആ ഒരു ഏരിയയിൽ ഒരു ബൈക്കിന്റെ മൂവ്മെന്റ് സസ്പിഷ്യസ് തോന്നിയിരുന്നു. അപ്പം അത് അങ്ങനത്തെ ഒരു സസ്പിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു മുങ്ങിമരടൽ മാത്രമായിട്ടല്ല, അതിൽ ഉള്ള സസ്പിഷൻസ് നമുക്ക് ക്ലിയർ ആക്കണം എന്നുള്ള നമുക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ PM നടത്തി. PM ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടർ നമ്മുടെ സംഭവ സ്ഥലത്ത് വരികയും ചെയ്തു. അതുകൂടാതെ ഈ പറയുന്ന ബൈക്കിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പരിസരത്തുള്ള CCTV ക്യാമറകളും സമീപ ജില്ലയിലും നമ്മുടെ ജില്ലയിലും ഔട്ട്സൈഡ് ഡിസ്ട്രിക്റ്റും ഓൾമോസ്റ്റ് 100 CCTV ക്യാമറാസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാ CCTV ക്യാമറയിലും നമുക്ക് ഫസ്റ്റ് തിങ് വാസ് വെഹിക്കിൾ നമ്പർ ഐഡന്റിഫൈ ചെയ്യുക, സോ ദാറ്റ് നമുക്കൊരു ലീഡ് കിട്ടണം. അങ്ങനെ പല CCTV ക്യാമറകളും നമ്മുടെ ബോർഡറിലുള്ള ANPR ക്യാമറകളും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെഹിക്കിൾ നമ്പർ കിട്ടിയത്. വെഹിക്കിൾ നമ്പർ കിട്ടിയപ്പോൾ അത് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് മോഷണം പോയ ഒരു ബൈക്കിന്റെ വെഹിക്കിൾ നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ആ വെഹിക്കിൾ നമ്പർ മോഷണം പോയതായതുകൊണ്ട് ആ വെഹിക്കിൾ നമ്പറിന്റെ RC ഓണർ അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം മട്ടന്നൂരിൽ കേസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പിഷൻ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം വിക്ടിമിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണം, ബ്രേസ്ലെറ്റ്, പാദസരം, അങ്ങനെ മോതിരം, അങ്ങനെ കുറച്ച് സ്വർണം ഒന്നും കാണുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. ദാറ്റ് ഈസ് വൈ വി ആർ സസ്പെക്ടിങ് ഇറ്റ്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനത്തെ മോഡസുള്ള കുറ്റവാളികളുടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. അടുത്ത കാലത്ത് ജയിൽ റിലീസ് ആയിട്ടുണ്ടോ എന്നും കൂടി വെരിഫൈ ചെയ്തു. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് അതിലൊരു പ്രൈം സസ്പെക്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കേസിലെ പ്രതിയായിട്ട് വരുന്ന മുജീബ്, കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്റ്റ് ആയി വന്നു. അതുപ്രകാരം നമ്മൾ ഈ സസ്പിഷൻസ് എല്ലാം അടുത്തുള്ള ജില്ലകളിൽ, എസ്പെഷ്യലി മലപ്പുറം ജില്ലയിലൊക്കെ മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു. അവരുടെ ഇൻപുട്സ് കിട്ടി. അതുപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെയും പിന്നെ അവിടെ ഉള്ള മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇദ്ദേഹത്തിനെ, ഈ പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റി. നല്ലൊരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരുന്നു. ഇവിടുത്തെ കോഴിക്കോട് റൂറലിലെ പോലീസും മലപ്പുറം പോലീസും ലോക്കലായിട്ട് ഒരുമിച്ച് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള എല്ലാ തെളിവുകളും, അതായത് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മുടെ വി ഹാവ് ടെക്നിക്കൽ ഡിജിറ്റൽ എവിഡൻസ്, അതുകൂടാതെ CCTVയുടെ എവിഡൻസ്, അതെല്ലാം വെച്ച് നിരത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ഈ പറയുന്ന നമ്മുടെ ഈ കേസിലെ പ്രതി മുജീബ് എന്ന് പറയുന്ന പ്രതി, അദ്ദേഹത്തിന് ഹി ഹാസ് ഓൾമോസ്റ്റ് 50 odd കേസസ് അഗൈൻസ്റ്റ് ഹിം. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്ന ഈ പത്രക്കുറിപ്പിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം അന്ന് 11-ാം തീയതി രാത്രി ഈ പറയുന്ന മട്ടന്നൂരുള്ള ഈ പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബൈക്ക് മോഷ്ടിക്കുകയും ആ വഴി ഇവിടെ വരികയും, ആ വഴി ഇവിടെ വരുന്ന ഈ കൃത്യം നടന്ന സമയത്തിൽ ഈ പേരാമ്പ്ര ഭാഗത്ത് നമ്മുടെ വിക്ടിമിനെ അവിടെ കണ്ടുമുട്ടുകയും, വിക്ടിമിന് ധൃതിയായിട്ട് ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്ന നേരത്ത് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് ഒരു ലിഫ്റ്റ് കൊടുക്കാമെന്ന ഒരു എക്സ്ക്യൂസിൽ ബൈക്കിൽ കയറ്റുകയും, എന്നിട്ട് ഹാഫ് വേ കനാൽ ഭാഗത്ത് ബൈക്ക് നിർത്തിയിട്ട് ഈ പറയുന്ന വിക്ടിമിനോട് ഒന്ന് ഇറങ്ങാൻ പറയുകയും, അദ്ദേഹത്തിന് എന്തോ വാഷ്റൂം പോകണമെന്ന് പറഞ്ഞ് വിക്ടിം ഇറങ്ങി നിന്നപ്പോൾ വിക്ടിമിനെ തള്ളി കനാലിലേക്ക് ഇട്ടിട്ട് വിക്ടിമിന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റും
പാദസരവും മോതിരവും ഒക്കെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഓടിച്ച ബൈക്ക് എടവണ്ണൂർ ഭാഗത്തേക്ക് പോയി ഉപേക്ഷിക്കുകയും പിന്നെ ഈ പറയുന്ന സ്വർണം വേറൊരു അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ ഹെൽപ്പിലൂടെ ഒരു മലപ്പുറത്തുള്ള ഒരു സേട്ടുവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വി ഹാവ് ആ സ്വർണം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് ബൈക്ക് ഓൾസോ വി ഹാവ് റിക്കവേർഡ് ഫ്രം ദ പ്ലേസ്. അപ്പോൾ ഇതിൽ ആസ് യു ക്യാൻ സി, ഞാൻ പറഞ്ഞ പോലെ CCTV ക്യാമറകളിൽ മൊത്തവും ഇദ്ദേഹം ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ. പ്രോപ്പറായിട്ട് ഈ കേസിലെ എംഒസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് സസ്പെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് CCTV ക്യാമറകൾ പരിശോധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ CCTV ക്യാമറ പരിശോധനയും സൈബർ സെല്ലിലെ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രതിയിലേക്ക് നമ്മൾ ലോക്കിൻ ആയത്. അതിൽ പേരാമ്പ്ര സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പിന്നെ മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ DYSPയും വളരെ ഡിലിജന്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് DIG തോമസൺ സർ, അദ്ദേഹത്തിന്റെ കോൺസ്റ്റന്റ് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ പേരാമ്പ്ര ആനൂക്കൊല കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതി മുജീബിലേക്ക് എത്തിയത് എന്നതാണ് ഇപ്പോൾ പേരാമ്പ്ര DYSP വിശദീകരിച്ചത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിയെ പിടികൂടിയ തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനായിട്ടുണ്ട് എന്നതും പോലീസ് വ്യക്തമാക്കുന്നു.